ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. ഇന്ന് നമ്മുടെ വീഡിയോ കടുകിനെ കുറിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ഡെയിലി യൂസിൽ കടുക് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, ഏതൊക്കെ അസുഖങ്ങളിലാണ് കടുക് യൂസ് ചെയ്യാൻ പറ്റുക, അതുപോലെ ആർക്കൊക്കെയാണ് കടുക് ഉപയോഗിക്കുന്നത് മോശമായിട്ടുള്ളത് എന്നൊക്കെയാണ് നമ്മുടെ വീഡിയോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ കടുകിൻ്റെ സംസ്കൃതത്തിൽ പറയുന്നത് സർഷഭ എന്നാണ്. ഇത് 3 വെറൈറ്റി ഉണ്ട്, അതായത് കറുപ്പ്, വെള്ള, ചുവപ്പ്, ഇങ്ങനെ 3 കളറിലായിട്ടാണ് കടുകുള്ളത്. നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത് ചുമപ്പും അതുപോലെ കറുപ്പുമാണ്. നാട്ടിലൊക്കെ ഉപയോഗിക്കുന്നത് ഈ 2 എണ്ണമാണ്. അപ്പോൾ ഈ 3 വെറൈറ്റിയാണ് കടുകിലുള്ളത്. കടുകിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇത് വാത കഫ ദോഷങ്ങളെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. പക്ഷേ പിത്തദോഷത്തിന് ഇത് കൂട്ടുകയാണ് ചെയ്യുന്നത്. കടുക് അകത്തേക്കും പുറത്തേക്കും ഉപയോഗിക്കാറുണ്ട്, മരുന്നായി ഉപയോഗിക്കുന്നതാണ്. ഇത് സ്കിൻ ഡിസോർഡേഴ്സ്, സൈക്കാട്രിക് ഡിസോർഡേഴ്സ്, അതുപോലെ വൂൺസ്, വേംസ്, ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ, പിന്നെ ലോ ഡൈജഷനുള്ള കേസുകളിൽ ഇങ്ങനെയൊക്കെ കടുക് ഉപയോഗിക്കാറുണ്ട്. കടുക് ഹോം റെമഡി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു 10 അസുഖങ്ങൾ നമുക്കിന്ന് പറയാം. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് തലവേദനയാണ്. തലവേദനയ്ക്ക് നമുക്ക് കടുക് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റായി അരച്ചെടുത്തിട്ട് അത് നമ്മുടെ നെറ്റിയിൽ മുഴുവനായിട്ട് അപ്ലൈ ചെയ്യുന്നത് തലവേദന കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. രണ്ടാമത്തേത് പല്ലുവേദനയാണ്. പല്ലുവേദനയിൽ നമുക്ക് കടുകും അതുപോലെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുത്തിട്ട് അത് ആ പല്ലുവേദനയുള്ള നമ്മുടെ മോണയിൽ, ആ പല്ലിൻ്റെ മോണയിൽ, വീക്കം ഒക്കെയുള്ള മോണയിൽ അപ്ലൈ ചെയ്യുന്നത് ആ പല്ലിൻ്റെ വേദന ഒന്ന് താൽക്കാലികമായിട്ട് ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. മൂന്നാമത്തേത് ടോൺസിലൈറ്റിസിൻ്റെ കേസാണ്. ടോൺസിലൈറ്റിസ് ഉണ്ടെങ്കിൽ ഒരു 2 സ്പൂൺ കടുകും അതുപോലെ 1 സ്പൂൺ നാരങ്ങയുടെ നീരും, അതായത് ചെറുനാരങ്ങയുടെ നീരും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായി അരച്ചെടുക്കാം. ഇത് നമ്മുടെ സ്കിന്നിൻ്റെ പുറത്ത്, അതായത് ടോൺസിലൈറ്റിസ് ഉണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത്, കഴുത്തിലും ഈ ഒരു ഭാഗത്തും കൂടെ അപ്ലൈ ചെയ്തിട്ട് 3-4 ദിവസം ഇങ്ങനെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മുടെ ടോൺസിലൈറ്റിസിൻ്റെ വേദനയും അതുപോലെ ആ ഒരു സ്വെല്ലിങ്ങും കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. ഇനി നാലാമത്തേത് മുഖത്തുണ്ടാവുന്ന കറുത്ത പാടുകൾ, കുരുക്കൾ, അതുപോലെ നിറവ്യത്യാസം, ഇവയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് കടുക് ഉപയോഗിക്കാം. കടുകും വയമ്പും പാച്ചോറ്റി തൊലിയും ഇന്ദുപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായി അരച്ചെടുത്തിട്ട് അപ്ലൈ ചെയ്യുന്നത് ഇതൊക്കെ മാറാൻ സഹായിക്കുന്നതാണ്. ഇനി അഞ്ചാമത്തെ കാര്യം, അതായത് അൾസേഴ്സ്, അതുപോലെ വ്രണങ്ങൾ, കുറേ നാളായി മാറാത്തൊക്കെ വ്രണങ്ങൾ ഉണ്ടെങ്കിൽ ഇതിന് നമുക്ക് കടുക് ഉപയോഗിക്കാം. കടുക് ഒരു 4-5 സ്പൂൺ എടുത്തിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് ഒന്ന് ചൂടാക്കുക. അത് പൊട്ടിക്കഴിയുമ്പോൾ ഇത് ഒന്ന് പൊടിച്ചെടുക്കുക. ചൂടാക്കുമ്പോൾ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ മൺപാത്രങ്ങൾ ഉപയോഗിക്കാം. അതിൽ ഒന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് അത് പൊട്ടിക്കഴിയുമ്പോൾ നന്നായിട്ട് ഫൈൻ പൗഡറാക്കി എടുക്കുക. ഈ പൗഡർ ഒരു എള്ളെണ്ണയായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അൾസറിലും അതുപോലെ പഴകിയിട്ടുള്ള വ്രണങ്ങളിലും ഒക്കെ അപ്ലൈ ചെയ്യുന്നത് പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട് സഹായിക്കും. ആറാമത്തേത് സ്കിന്നിലുണ്ടാവുന്ന ചൊറിച്ചിലോട് കൂടിയ റാഷസ് ആണ്. ഈ സ്കിന്നിലുണ്ടാവുന്ന ഇങ്ങനെയുള്ള റാഷസിന് കടുകെണ്ണയിൽ നമുക്ക് പച്ചമഞ്ഞൾ അരച്ചത് കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ദേഹം മുഴുവൻ അപ്ലൈ ചെയ്തിട്ട് 1 മണിക്കൂറിന് ശേഷം കുളിക്കുന്നത് ഇത് മാറാൻ സഹായിക്കും. പക്ഷേ ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒന്ന് പുകച്ചിൽ അനുഭവപ്പെടുവാണെങ്കിൽ അപ്പം തന്നെ അത് റിമൂവ് ചെയ്യേണ്ടതാണ്, പിന്നെ വെച്ചുകൊണ്ടിരിക്കരുത്. അടുത്തത് കുട്ടികൾക്കുണ്ടാവുന്ന ഇടക്കിടക്കുള്ള ചുമ, അതുപോലെ ജലദോഷം എന്നിവയ്ക്കുള്ളതാണ്. ഇതിനു വേണ്ടി കടുകും അതുപോലെ കുരുമുളകും കൂടെ ഈക്വൽ ക്വാണ്ടിറ്റി എടുത്തിട്ട് പൊടിച്ചതിന് ശേഷം അത് ഒരു ചെറിയ തുണിയിൽ കെട്ടി നമ്മുടെ കുട്ടികളുടെ നെറുകയിൽ വെച്ചിട്ട് കെട്ടിക്കൊടുക്കുക. ഇതൊരു അരമണിക്കൂർ മുതൽ 3/4 മണിക്കൂർ വരെ കെട്ടിക്കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് കുട്ടികൾക്ക് ഉണ്ടാവുന്ന ജലദോഷം മാറാനും ചുമ, ടോൺസിലൈറ്റിസ്, ഫാരിഞ്ചൈറ്റിസ് ഇതൊക്കെ കുറക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും. ഇനി റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ഉള്ള കേസുകളിൽ നമുക്ക് കടുകെണ്ണയിൽ 1-2 പിഞ്ച് റോക്ക് സാൾട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചെറുതായി ഒന്ന് ചൂടാക്കിയിട്ട് ഇത് ജോയിൻസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അവിടെയുള്ള സ്വെല്ലിങ്ങും അതുപോലെ വേദനയും കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇത് റെഗുലറായി ചെയ്യുന്നത് ഇങ്ങനെയുള്ള പെയിൻ മാറാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ജോയിൻസിലുണ്ടാവുന്ന പെയിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ മസിൽസിലുണ്ടാവുന്ന സ്വെല്ലിങ്ങിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന് വേണ്ടിയിട്ട് കടുക്, അതുപോലെ വെളുത്തുള്ളി, പിന്നെ ഗ്രാമ്പു, ഇത് 3ഉം ഈക്വൽ ക്വാണ്ടിറ്റി എടുത്തിട്ട് നന്നായി അരച്ച് പേസ്റ്റാക്കിയിട്ട് ഇത് അപ്ലൈ ചെയ്യുന്നത് ജോയിൻസിലും അതുപോലെ തന്നെ നമ്മുടെ മസിൽസിനും ഒക്കെ ഉണ്ടാവുന്ന നീര് കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അടുത്തത് വിട്ടുമാറാത്ത ചുമയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കടുകിൻ്റെ പൗഡർ ഒന്ന് പൊടിച്ചതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. ചൂടാക്കുക എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ചൂടാക്കരുത്. ചൂടുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം അത് 1-2 പിഞ്ച് എടുത്തിട്ട് തേനുമായി മിക്സ് ചെയ്തിട്ട് അകത്തേക്ക് കഴിക്കുന്നത് വിട്ടുമാറാത്ത ചുമയൊക്കെ മാറാൻ വേണ്ടിയിട്ട് സഹായിക്കും.
ഇനി നമുക്ക് ഈ കടുകിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്താണെന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് പിത്തദോഷനെ വീഷിയേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ചിലപ്പോൾ ചിലവരിൽ പുകച്ചിലുണ്ടാക്കാറുണ്ട്. അതായത് പുറത്ത് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ പുകച്ചിലുണ്ടാക്കും. അങ്ങനെയുള്ളവർ ഇത് ഉപയോഗിക്കരുത്. പിന്നെ അകത്തേക്ക് കഴിക്കുമ്പോഴും നമുക്ക് നെഞ്ചരിച്ചിലൊക്കെ ഉള്ളവർ, അതുപോലെ ഗ്യാസ്ട്രൈറ്റിസ് ഉള്ളവർ, മൂത്രം ചൊടിയിലൊക്കെ ഉള്ളവർ, പിന്നെ എന്തെങ്കിലും ബ്ലീഡിങ്സ് ഒക്കെ ഉള്ളവർ, ഇവരൊന്നും കടുക് ഉപയോഗിക്കരുത്. ആ സമയങ്ങളിൽ കടുക് ഉപയോഗിക്കുന്നത് അത് കൂട്ടാനാണ് കാരണമാവുക. ഇനി കടുകെണ്ണയുടെ ഉപയോഗവും അധികം നല്ലതല്ല. ഇത് രക്തത്തിനെ വീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് പ്രഗ്നൻസിയിൽ ലാക്ടേഷൻ മദേഴ്സ്, അതുപോലെ കുഞ്ഞുങ്ങൾ, ഇവരൊക്കെ കടുകെണ്ണ വളരെ മിനിമം ക്വാണ്ടിറ്റി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഡെയിലി യൂസിൽ 1-2 ഗ്രാം ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് തേനിലോ അല്ലെങ്കിൽ നെയ്യിലോ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.